ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് വിവേക് റാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ കൊണ്ട് പ്ലാൻ ചെയ്തേക്കുന്നത് ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഡാറ്റ. അതിലെ മൂന്നാല് ഏരിയ ഉണ്ട്. അതിലൊരു ഏരിയ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ വൺ ഓഫ് ദ സെഗ്മെന്റ്സ്, അതായത് പ്രാക്ടിക്കലി ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർഫേസിൽ പ്രാക്ടിക്കലി ഇങ്ങനെ കാണിക്കും. അതാണ് ഇന്നത്തെ സെക്ഷനിൽ പ്ലാൻ ചെയ്യുന്നത്. ഡെമോ വീഡിയോ ആണ്. അപ്പോൾ ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനിൽ ഡാറ്റില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ഏരിയ അതിൽ പിന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. സിലബസിൽ ഒരു 4 ഏരിയ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഏരിയ ഡെമോ വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ സെക്ഷൻ കൊണ്ട് അതാണ് ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. ഡാറ്റില് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് എനർജി എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഇന്റർഫേസിനകത്ത് കുറച്ച് പ്രാക്ടിക്കൽസ് അവർ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് എക്സാമിനേഷൻ ആയിട്ടും ചെയ്യുന്നത്. നമുക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടല്ല സോൾവ് ചെയ്യുന്നത്, നമ്മൾ പ്രാക്ടിക്കലിലാണ് സോൾവ് ചെയ്യുന്നത്. ആ പ്രാക്ടിക്കൽ സോഫ്റ്റ്വെയറിലാണ് സോൾവ് ചെയ്യുന്നത്. ഒരു ഇന്റർഫേസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ അതില് പ്രാക്ടിക്കൽ കവർ ചെയ്തേക്കുന്നത് ജേർണൽ എൻട്രീസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പറേഷൻ, പിന്നെ ബാങ്കിങ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതായത് ഡാറ്റില് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സെപ്പറേറ്റ് മൊഡ്യൂളിൽ 4 സബ് ഡിവിഷൻസ് ആണ് പറയുന്നത്. പ്രാക്ടിക്കൽസിൽ ഇത്രയും പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ജേർണൽ എൻട്രീസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് 4 പ്രാക്ടിക്കലി ഇങ്ങനെ ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിൽ പ്രാക്ടിക്കലി ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ഡെമോ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, ഈ ഡെമോ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ജേർണൽ എൻട്രീസ് ആണ്. ഓക്കെ, 1-2 ജേർണൽ എൻട്രീസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടിക്കലി ഈ ഇന്റർഫേസിൽ എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡാറ്റ ആണ് മെയിൻ. നമ്മുടെ കോഴ്സ് ഡാറ്റ ആണ്, ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണ്. അതിൽ വൺ ഓഫ് ദ സബ്ജക്ട്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മൊഡ്യൂൾ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിൽ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു, പ്രാക്ടിക്കൽസിൽ ഈ സോഫ്റ്റ്വെയറിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജേർണൽ എൻട്രീസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ 4 ആയിട്ട് അവർ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രാക്ടിക്കൽ ഏരിയ. അതിൽ ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ജേർണൽ എൻട്രീസ് ആണ്. ഓക്കെ, ഞാൻ ആ സോഫ്റ്റ്വെയറിലേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാ പറയുന്നത്. അപ്പൊ കോൺസെപ്റ്റ് നമുക്ക് ആക്ച്വൽ റെഗുലർ ക്ലാസ്സിൽ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ റെഗുലർ ക്ലാസ്, അതായത് വൺസ് ദ ലൈവ് ബാച്ച് സ്റ്റാർട്ട് ആവുന്ന സമയത്താണ് നമ്മൾ ഓരോരുത്തരും ഈ ഡീറ്റെയിൽ സിലബസിന് കോൺസെപ്റ്റ്സ് കാണുമല്ലോ. ആ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകത്തുള്ളൂ. സിൻസ് ഇത് ഡെമോ ക്ലാസ് ആയിട്ട് നമ്മൾ ഡയറക്ട്ലി എങ്ങനെ അത് സോൾവ് ചെയ്യും, നമ്മൾ കൂടുതൽ കോൺസെപ്റ്റ്സിലേക്ക് പോകുന്നില്ല. സിൻസ് ഇത് ഡെമോ വീഡിയോ, നമ്മൾ ഡയറക്ട്ലി ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഫെമിലിയർ ആവും, അതാണ് ഇതിൽ കാണിക്കുന്നത്. ഈ സെക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ്സ്, ഇപ്പൊ ചിലർക്ക് ഡൗട്ട് വരും, കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്നില്ലേ. കോൺസെപ്റ്റ്സ് ഇൻഡെപ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ പ്രാക്ടിക്കലിൽ പോകത്തുള്ളൂ. ഓക്കെ, നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ കോഴ്സ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ കോൺസെപ്റ്റ്സ് ഇൻഡെപ്ത് ചെയ്ത് നമ്മളൊന്ന് ഹാൻഡ് റിട്ടേൺ ചെയ്ത് ഒന്ന് യൂസ്ഡ് ആയിട്ട്, അതായത് എങ്ങനെ പ്രോബ്ലം ഹാൻഡ് റിട്ടേൺ ആയിട്ട് ചെയ്യാം എന്ന് കഴിഞ്ഞിട്ടേ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് പോകത്തുള്ളൂ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇന്റർഫേസ് മനസ്സിലാക്കും. പക്ഷേ സിൻസ് ഡെമോ ആയിട്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഇതിൽ സോൾവ് ചെയ്യാം, ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, നേരെ സോഫ്റ്റ്വെയറിലേക്ക് പോകണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റർഫേസ്. എല്ലാവർക്കും കാണാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൽ ഡെമോ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ മൊഡ്യൂൾ. ഇതിൽ നമ്മൾ ലേണിംഗ് മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞ നേരത്തെ മെറ്റീരിയൽ സിലബസ് ഒക്കെ ഉള്ളത്. അത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത് പ്രാക്ടിക്കൽ. നമ്മുടെ എക്സാമിനേഷൻ, ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് കുറെ എക്സാംസ് കാണുമല്ലോ. പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജേർണൽ എൻട്രീസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ എടുത്തേക്കുന്ന ടോപ്പിക്. ഓക്കെ, ഈ ജേർണൽ എൻട്രി 10 ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം.
ഇപ്പൊ കുറച്ച് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കോൺസെപ്റ്റ്സ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ റെഗുലർ ക്ലാസ് ആണ്. ഇപ്പൊ ഇന്ന് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല, ലെങ്തി സെക്ഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കലി ഇവിടെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന് ജേണൽ എൻട്രി വരെ വന്നിട്ടുണ്ട്, വിത്ത് ഡേറ്റ് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഓൾറെഡി ഞാനിതിപ്പോ ടിക്ക് വരാൻ കാരണം ഇപ്പൊ ഇവിടെ ഗ്രീൻ ടിക്ക് വരാൻ കാരണം ഓൾറെഡി ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടിക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇൻ കേസ് ഇപ്പൊ 5 എടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ടിക്ക് വന്നിട്ടില്ല, കാരണം ഞാൻ അത് ചെയ്തിട്ടില്ല. ഓൾറെഡി ഈ 5 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്ത് കറക്റ്റ് ആക്കിക്കൊണ്ടാണ് ഈ ടിക്ക് മാർക്ക് കിടക്കുന്നത്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതുകൊണ്ട് നമ്മളിപ്പോ റീഡ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ സ്റ്റാർട്ടിനെ കാണത്തുള്ളൂ, ടിക്ക് മാർക്ക് കാണത്തില്ല. ഒന്ന് റീഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് എക്സാമിനും ഇതേപോലെ ആയിരിക്കും വരുന്നത്. സൈഡിൽ ക്വസ്റ്റ്യൻ കാണാം, നിങ്ങൾക്ക് ഇവിടെ ആൻസർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ട്രാൻസാക്ഷൻ നമ്പർ 1 ഡേറ്റ് വന്നിട്ടുണ്ട് 1/1/2023. മിസ് പൂജ യാദവ്, ദി പ്രൊപ്പറേറ്റർ ഓഫ് ABC ട്രേഡേഴ്സ്, ഇൻട്രൊഡ്യൂസ്ഡ് എ ക്യാപിറ്റൽ ഓഫ് 1 lakh ഇൻ ക്യാഷ്. ഓക്കെ, ഞാൻ പറഞ്ഞു കോൺസെപ്റ്റ് നമ്മൾ വേറെ റെഗുലർലി ഡിസ്കസ് ചെയ്യും, ഇവിടെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിലവർക്ക് വിചാരിക്കും ഡയറക്ട്ലി നിങ്ങൾ ജേണൽ എൻട്രിയിലേക്ക് പോകണോ കോൺസെപ്റ്റ് പറയാതെ. അല്ല, ഇവിടെ ഓൾറെഡി കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പ്രോബ്ലം എങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ സോൾവ് ചെയ്യും, ഞാൻ അതാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ കോൺസെപ്റ്റ് പറയാതെ എന്തുകൊണ്ട് ഡയറക്ട്ലി പ്രോബ്ലത്തിലേക്ക് പോയി കൺഫ്യൂഷൻ വേണ്ട. ഡെമോ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജേണൽ എൻട്രി ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നിങ്ങൾ ബൈ ഹാൻഡ് നിങ്ങൾ ഇന്ന അക്കൗണ്ട് എഴുതണ്ട. ഇവിടെ ഓൾറെഡി അക്കൗണ്ട് സെലക്ടഡ് ആണ്. അപ്പോൾ ആദ്യം ജേണൽ എൻട്രി എന്താണെന്ന് അറിയുക. ഓക്കെ, ഇവിടെ അറിയാം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് എഴുതണ്ട, അതിന് പകരം സോഫ്റ്റ്വെയറിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കറസ്പോണ്ടിങ് അക്കൗണ്ട് സോഫ്റ്റ്വെയറിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഓൾറെഡി അക്കൗണ്ട് സിൻസ് ഇതിപ്പോ ഒരു ERP പോലെ അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. കറക്റ്റ് ഒരു ERP അല്ല. ഇൻ കേസ് ഒരു ടാലി പോലെയോ അല്ലെങ്കിൽ ഒരു സാപ്പ് പോലെയോ ഒരു സോഫ്റ്റ്വെയറിൽ ഓൾറെഡി അക്കൗണ്ട്സ് അവിടെ പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ, ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ മാനുവൽ അക്കൗണ്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അക്കൗണ്ട് കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജേണൽ എൻട്രി ഫസ്റ്റ് ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ ആണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ക്യാഷ് സെലക്ട് ചെയ്യുക, ഡെബിറ്റ് 1 lakh ശ്രദ്ധിച്ചോണേ, ഡെബിറ്റ് സെലക്ട് ചെയ്യുക. 1 lakh കഴിഞ്ഞ് ഇവിടെ ക്രെഡിറ്റ് ഒന്നും സെലക്ട് ചെയ്യരുത്. ഓക്കെ, ഇനി ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് എത്ര? ക്രെഡിറ്റ് കോളത്തിൽ കൊടുക്കണം 1 lakh. ഓക്കെ, നറേഷൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആൻസർ കറക്റ്റ് ആവും. ഇൻ കേസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ ലാസ്റ്റ് പറയാം. തെറ്റുണ്ടെങ്കിൽ റെഡ് കളറിൽ കാണിക്കുക, ലാസ്റ്റ് ഞാൻ പറയാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. നറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ബീൻ ക്യാഷ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബിസിനസ്, നമ്മൾ നോർമലി കൊടുക്കുന്ന ഒരു നറേഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഓൾറെഡി അക്കൗണ്ട്സ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ സോഫ്റ്റ്വെയറിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, എമൗണ്ട് 1 lakh. ക്യാപിറ്റൽ അടുത്തത് ക്രെഡിറ്റ് ചെയ്യേണ്ട ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റ് കോളത്തിൽ 1 lakh. ഓൾറെഡി ഞാനിത് സോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എമൗണ്ട് ഇത് റിപ്ലിക്കേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എമൗണ്ട് വന്നത് ശ്രദ്ധിച്ചാണ്. ഓൾറെഡി ഞാൻ സോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എമൗണ്ട് ഓൾറെഡി കിടപ്പുണ്ട്, കുക്കിയായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, നറേഷൻ ഞാൻ ലാസ്റ്റ് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ഫോർ 30,000. ഓക്കെ, ജേണൽ എൻട്രി അറിയാം. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓക്കെ, ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. ഡെബിറ്റ് ചെയ്യേണ്ടത് 30,000, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് 30,000. കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ഡെപ്പോസിറ്റഡ് 55,000 ഇൻറ്റു ബാങ്ക്. ഡെപ്പോസിറ്റഡ് 55,000 ഇൻറ്റു ബാങ്ക്. ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം? ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക 55,000. ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് 55,000. ഓക്കെ, നാലാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 50,000 ഫോർ ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ എൻട്രി വരുന്നത് എങ്ങനെ? പർച്ചേസസ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്രെഡിറ്റ് വരുന്നത് നോർമലി ഇൻ കേസ് ഏതെങ്കിലും ഒരു പാർട്ടിയെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി ആയിരുന്നു. ഇൻ കേസ് ഇവിടെ പാർട്ടിയെ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട്
പാർട്ടിയെ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ടോട്ടൽ സൺട്രി ക്രെഡിറ്റേഴ്സിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ടോട്ടൽ സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ഇവിടെ എങ്ങനെയാണോ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് 50,000 ക്രെഡിറ്റ് ആണ്, ക്യാഷ് അല്ല. ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 50,000. ഓക്കെ. ലാസ്റ്റ് വൺ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 25,000 ഇൻ ക്യാഷ്. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ, അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടും ടു സെയിൽസ് ആണല്ലോ. ഈ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് ആണല്ലോ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് അറിയേണ്ടത്, ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിൽ കോൺസെപ്റ്റ് പഠിക്കേണ്ട കാര്യമില്ല, സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ്ഡ് ആവാം അത് മാത്രമേ ഉള്ളൂ പഠിക്കുന്നുള്ളൂ. ഓക്കെ, കോൺസെപ്റ്റ് സെയിം കേട്ടോ. അപ്പോ ക്യാഷ് അക്കൗണ്ട് 25,000, സെയിൽസ് അക്കൗണ്ട് 25,000. ഓക്കെ, ഞാൻ പറഞ്ഞു നറേഷൻ ആഡ് ചെയ്താലും നറേഷൻ ആഡ് ചെയ്യാം, നറേഷൻ ആഡ് ചെയ്തില്ലെങ്കിലും ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് കാണിക്കത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു നറേഷൻ എഴുതും. ബീങ് ബിസിനസ് നമ്മൾ നോർമൽ എഴുതുന്ന നറേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 1 lakh. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെബിറ്റ് ക്രെഡിറ്റ് 30,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 55,000. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ക്രെഡിറ്റേഴ്സ് 50,000. സോൾഡ് ഗുഡ്സ്. ഓക്കെ, നറേഷൻ ഞാൻ തൽക്കാലം ഡെമോ ആയിട്ട് സ്കിപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ ലാസ്റ്റ് ഇവിടെ ഒരു ഐറ്റം കണ്ടല്ലോ, റൈറ്റ് കോർണറിൽ പ്രീവ്യൂ ചെയ്യാം. അതായത് നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ നറേഷൻ കൂടെ ആഡ് ചെയ്യണം കേട്ടോ, നറേഷൻ കൂടെ ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് അത് നമുക്ക് ടൈപ്പ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ബീന്ന് വെച്ച് ബീനോ ഫോറെന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് അത് ഞാനിപ്പോൾ ലൈവ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബേസിക്കലി ജേണൽ എൻട്രി എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ജേണൽ എൻട്രി ഇവിടെ എങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം യൂസിങ് അക്കൗണ്ട്സ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് അവർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലി ERP-യിൽ ഇങ്ങനെയാണ് കേട്ടോ. പ്രാക്ടിക്കലി ERP-യിൽ അവർ ഇങ്ങനെയാണ് ആഡ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് അക്കൗണ്ട് ജേണൽ എൻട്രി അറിയാമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ താഴെ വാലിഡേറ്റ് പ്രിവ്യൂ കഴിഞ്ഞ് ഇതാണ് പ്രിവ്യൂ വാലിഡേറ്റ്. ഇൻ കേസ് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഇവിടെ വെച്ച് ഏതെങ്കിലും ഒരു എൻട്രി മാറ്റണം എന്നുണ്ടെങ്കിൽ കേട്ടോ, ഡേറ്റ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് വരും കേട്ടോ. ഇൻ കേസ് ഏതെങ്കിലും ഒരു എൻട്രി മാറ്റണം എന്നുണ്ടെങ്കിൽ ബാക്ക് പോവുക. ഇൻ കേസ് മാറ്റണ്ട എന്നുണ്ടെങ്കിൽ പ്രിവ്യൂ കൊടുക്കുക, വാലിഡേറ്റ്. ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ വെച്ച് ഓപ്ഷൻ ഉണ്ട്, ബാക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വാലിഡേറ്റ് ചെയ്യാം. കൺഫേം ആണെങ്കിൽ വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ആൻസേഴ്സ് ആർ കറക്റ്റ്, ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻ. വേറെ ഒന്നുമില്ല, ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എങ്ങനെ കാണിക്കും ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഞാൻ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഈ കോഴ്സ് കഴിഞ്ഞിട്ട് 6 months ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് ഫൈനൽ എക്സാംസിൽ സെയിം ഇതേപോലെയാണ് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും കറക്റ്റ് ആണോ നിങ്ങൾ ചെയ്തത് തെറ്റാണോ ചെയ്യുന്നത് അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഡ്യൂറിംഗ് ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, എക്സാമിന് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എക്സാമിന് തെറ്റാണെങ്കിൽ നമുക്ക് അപ്പോഴേ വാല്യൂഷൻ സമയത്ത് തെറ്റാന്ന് പറഞ്ഞു പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും, തെറ്റാണെങ്കിൽ തെറ്റെന്നുള്ള രീതിയിൽ കാണിക്കും. അത് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമെന്ന് നെക്സ്റ്റ് ക്വസ്റ്റിന് കാണിച്ചു തരാം. ഇതിന് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ ടിക്ക് മാർക്ക് സബ്മിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തോ ആയിക്കോട്ടെ, ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്ന് കാണിച്ചാൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാണ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വരുവാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് റീഡ് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ പേർപ്പസ്ഫുള്ളി ഒരു ജേണൽ എൻട്രി തെറ്റിക്കാം, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരുത്താം. അപ്പോൾ എങ്ങനെ മിസ്റ്റേക്ക് കാണിക്കും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, Mr. Rajesh Patel, the proprietor of JJ Electrical, introduced a capital of 1,50,000 in cash. Okay, say cash account debtor to capital and journal entry. Cash account 1,50,000.
ക്യാപിറ്റൽ 1,50,000. ഓക്കെ. രണ്ടാമത്തത് പർച്ചേസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഫോർ 35,000 ഫോർ ക്യാഷ്. ഓക്കെ. അപ്പോൾ ജേർണൽ എൻട്രി കമ്പ്യൂട്ടർ അക്കൗണ്ട് അറ്റ് അതല്ലേ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഉണ്ടോ നോക്കൂ. കമ്പ്യൂട്ടർ ആൻഡ് പെരിഫറൽസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ഇവർ നോർമലി ERP അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് ഒരു ഹെഡ്, പെരിഫറൽ ഹെഡ് അങ്ങനെ കണ്ടൊന്നുമില്ല. അത് അവരുടെ സിസ്റ്റമാണ്. അവർക്ക് ലെഡ്ജറിനെ എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ വരരുത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഹെഡ് ഉണ്ടാവും, ഉണ്ടെങ്കിൽ അതിൽ ഡെബിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് പെരിഫറൻസ് ആണ്. ഇനി ചിലപ്പോൾ പറയും കമ്പ്യൂട്ടർ ആൻഡ് അതർ എക്യുപ്മെന്റ്സ് എന്നായിരിക്കും ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. അത് അവരുടെ ലിബർട്ടിയാണ് കേട്ടോ. ഓരോ ഇല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ആണ്. ഏത് കമ്പനിക്കും ഇല്ലെങ്കിൽ ഏത് ബിസിനസ് ഓർഗനൈസേഷനും അവരുടെ രീതിയിൽ അവർക്ക് ലെഡ്ജറിനെ ക്ലാസിഫൈ ചെയ്യാം, പ്രൊവൈഡഡ് ദ മീനിങ് സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗ്രൂപ്പിംഗ് ക്ലാസ് സെയിം ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് പെരിഫറൽസ് അസറ്റഡ് ആണ്, ഡെബിറ്റ് ചെയ്യുന്നു 35,000 ഫോർ ക്യാഷ് എന്ന് പറയുന്നു. അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു 34,000. ഓക്കെ. ഇനി പെയ്ഡ് വേജസ് 11,000 ഫോർ ക്യാഷ്. ജേർണൽ എൻട്രി അറിയാം, വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. വേജസ് 11,000 ഡെറ്റർ ടു ക്യാഷ് 11,000. ഓക്കെ. നാലാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 86,000 ഇൻ ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ജേർണൽ എൻട്രി വന്നിട്ട് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക 86,000, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ക്യാഷ് 86,000. ഓക്കെ. സോൾഡ് ഗുഡ്സ് ഫോർ 30,000 ഫോർ ക്രെഡിറ്റ്. ഓക്കെ. ഞാൻ ഇവിടെ വെച്ച് ജസ്റ്റ് ഞാൻ പറയാം തെറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തെറ്റ് വന്നതിൽ എങ്ങനെ കാണിക്കും, അല്ല ഒരു ജനറേറ്റർ മിസ്റ്റേക്ക് ആണെങ്കിൽ എങ്ങനെ കാണിക്കും എന്ന്. അതാണ് ഞാൻ ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ. ഇവിടെ പർപ്പസ്ഫുള്ളി തെറ്റ് ഇതാക്കുവാണേ. നിങ്ങൾക്ക് ജേർണൽ എൻട്രി അറിയാം, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അല്ലേ. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ് വരുന്നത് അല്ലേ. സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അതിന് പകരം നിങ്ങൾ ബാങ്ക് ആക്കുന്നു. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ റിഫ്ലക്ട് ആവും എന്ന് കാണിക്കാനുണ്ട്. ഓക്കെ. 30,000. ഇവിടെ ഞാൻ ഒരു അക്കൗണ്ട് തെറ്റിച്ച്, അതായത് സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ് കറക്റ്റ് ജേർണൽ എൻട്രി. സൺട്രി ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യണം, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ മനഃപൂർവ്വം എൻട്രീനെ തെറ്റിക്കുവാണ് കേട്ടോ. എങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ എങ്ങനെ ഈ ഇന്റർഫേസിൽ റിഫ്ലക്ട് ചെയ്യും, മിസ്റ്റേക്കിനെ കാണിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ. വേണമെങ്കിൽ രണ്ട് അക്കൗണ്ടും തെറ്റിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തെറ്റിച്ചു കൊടുക്കാം. ഓക്കെ. നിങ്ങൾ ഫൈനലൈസ് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെയും ഒരെണ്ണം കൂടെ വേണമെങ്കിൽ തെറ്റിക്കാം. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് മാറ്റിയിട്ട് വേജസിന് പകരം ഞാൻ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് സെലക്ട് ചെയ്യുവാണ്. ഒരെണ്ണം കൂടെ കാണിക്കാനുണ്ട്. വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തതിന് പകരം ഞാൻ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് സെലക്ട് ചെയ്തു കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് സെലക്ട് ചെയ്തു. ഈ പ്രിവ്യൂ കൊടുക്കുകയാണ്, വാലിഡേറ്റ്. ഓക്കെ. ഇങ്ങനെ കാണിക്കുമ്പോൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വരുന്നത് കാണിക്കുമ്പോൾ റിസൾട്ട് ഇതാണ്. 3 ഔട്ട് ഓഫ് 5 ആൻസേഴ്സ് കറക്റ്റ്ലി. വ്യൂ എറേഴ്സ് കൊടുക്കുക. ഓക്കെ. ഈ റെഡ് കളർ ഹൈലൈഷൻ, ഈ ലൈറ്റ് റെഡിൽ അല്ലെങ്കിൽ ഈ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ്, ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്, നമ്മൾ കറക്റ്റ് ചെയ്യാം. ബാക്കിലേക്ക് പോകണം. ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ അല്ല, ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം, വേജസ്. വേജസ് സെലക്ട് ചെയ്തു. ഓക്കെ. ഇവിടെ വെച്ച് ഒന്ന് കറക്റ്റ് നോക്കുവാണ്, ഒരെണ്ണം കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തതും വേണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ഒരേ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. ക്രെഡിറ്റ് സെയിൽസ് ആണ്ട് ഡെറ്റേഴ്സിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഡെറ്റേഴ്സിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. റിവ്യൂ ചെയ്യുക, വാലിഡേറ്റ്. ഇവിടെ എമൗണ്ട് അടിച്ചില്ല, കണ്ടായിരുന്നു. റിവ്യൂ, വാലിഡേറ്റ്. ഓക്കെ. ഇപ്പൊ നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്തു, സ്റ്റിൽ എറർ കാണിക്കുവാണ്. ഇപ്പൊ ഞാൻ ഇത് പർപ്പസ്ഫുള്ളി ചെയ്ത എറർ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോ എമൗണ്ട് അടിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ
എമൗണ്ട് അടിച്ചില്ലെങ്കിലും അത് എററായിട്ട് കാണിക്കും. ഇപ്പൊ ഞാൻ ക്രെഡിറ്റിൽ എമൗണ്ട് കൊടുത്തില്ലായിരുന്നു, അത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണ്. പക്ഷെ ആ മിസ്റ്റേക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്ത മിസ്റ്റേക്ക് അല്ല, അക്കൗണ്ടാണ് ഞാൻ പർപ്പസ്ഫുള്ളി മാറ്റിയത്. പക്ഷേ ഞാൻ 30,000 അവിടെ എമൗണ്ട് എൻ്റർ ചെയ്യാത്തത് കൊണ്ട് വന്ന മിസ്റ്റേക്ക് ഉണ്ടോ? നിങ്ങൾ അക്കൗണ്ട് സെലക്ട് ആയിട്ടും കാരണം കാണിക്കുന്നുണ്ട് 30,000 അവിടെ വന്നിട്ടില്ല. അപ്പൊ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ 30,000 ഇല്ലാതെ എൻട്രി പോയി കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സിലോ അല്ലെങ്കിൽ ലെഡ്ജർ ബാലൻസിലോ എമൗണ്ട് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ERP നമ്മൾ പ്രാക്ടിക്കലി ഒരു ബിസിനസ് വേൾഡ് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന സാപ്പിലോ ERPയിലോ ആയിക്കോട്ടെ, എമൗണ്ട് ഇല്ലെങ്കിൽ ആ റിപ്പോർട്ട് മൊത്തം തെറ്റിപ്പോത്തില്ല. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന എൻട്രി അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് എൻട്രി ജേർണൽ എൻട്രി ആണ് അവസാനത്തെ റിപ്പോർട്ട് വരെ കൊണ്ടുപോകുന്നത് അല്ലേ. ലെഡ്ജർ ബാലൻസ് ആയിക്കോട്ടെ, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ലാസ്റ്റ് ട്രയൽ ബാലൻസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫുൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോഴ്സിൽ തന്നെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ റിപ്പോർട്ട്സും തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ സത്യത്തിൽ ERPയിൽ എൻട്രി എടുക്കുമെന്ന് ചോദിച്ചാൽ അത് എടുക്കും. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് നമുക്ക് തെറ്റ് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ പിന്നെയും പോവുക, 30,000 ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ പേർപ്പസ്ഫുള്ളി വിട്ടതല്ല, ഞാൻ തന്നെ 30,000 ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയത്, പക്ഷെ അത് എററായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ ഈ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഇൻകറക്റ്റ് ആയിട്ട് കാണിച്ചത്. ഓക്കെ, ഇനി വാലിഡേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് ആയി. അപ്പോൾ നമ്മൾ ഇൻ കേസ് എമൗണ്ട് എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ എമൗണ്ട് തെറ്റിപ്പോയി, ഇൻ കേസ് ഈ 1,50,000 എന്നുള്ളത് 15 lakh ആയിപ്പോയി, നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ 15 lakh ആയി, അപ്പോഴും എറർ കാണിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എമൗണ്ടും കറക്റ്റ് ആണോ നോക്കുക, ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് തന്നെയാണോ ഡെബിറ്റ് ചെയ്ത് നോക്കുക, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് തന്നെയാണോ ക്രെഡിറ്റ് ചെയ്ത് നോക്കുക, എമൗണ്ടും കറക്റ്റ് ആണോ നോക്കുക, എന്നാൽ ആൻസർ കറക്റ്റ് ആക്കുള്ളൂ. ഓക്കെ, നറേഷൻ ഇല്ലെങ്കിലും ഇത് എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നറേഷൻ കൂടെ കൊടുക്കും. ഓക്കെ, പിന്നെ 2 ക്വസ്റ്റൻ ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, രണ്ടും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുവാണ്. ഇന്ന് ഞാൻ ഡയറക്ട്ലി പ്രോബ്ലത്തിലേക്ക് പോയി, ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയുവാണ്. ലൈവ് ക്ലാസ്സിൽ അങ്ങനെ ആയിരിക്കത്തില്ല, നമ്മൾ ആദ്യമേ കോൺസെപ്റ്റ് പഠിക്കും, ഇല്ലെങ്കിൽ ഹൗ ടു ജേർണലൈസ് ദി ട്രാൻസാക്ഷൻസ് പഠിക്കും. ഇൻ കേസ് സയൻസ് സ്ട്രീമിലുള്ളവരും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ബേസ് മുതലേ എങ്ങനെ ഒരു ജേർണലൈസ് ചെയ്യാം, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെ ജേർണലൈസ് ചെയ്യാം ഫ്രം ദി സ്ക്രാച്ച് അല്ലെങ്കിൽ ഫ്രം ദി ബേസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. കുറെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡയറക്ട്ലി നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഒരിക്കലും പോകത്തില്ല, അതായത് ഡയറക്ട്ലി ഇങ്ങനെ പോയ പോലെ ഡയറക്ട്ലി ഒരു പ്രോബ്ലത്തിലേക്ക് പോകത്തില്ല. ഇത് ഞാൻ പറഞ്ഞ ഒരു അസംഷനിലാണ്, നമ്മൾ ഓൾറെഡി ഈ എങ്ങനെ ജേർണലൈസ് ചെയ്യാം ഇല്ലെങ്കിൽ എങ്ങനെ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ജേർണൽ എൻട്രി ബുക്സിൽ റെക്കോർഡ് ചെയ്യാം എന്ന് നമ്മൾ ഓൾറെഡി തിയററ്റിക്കലി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണിത്. അപ്പൊ ഇത് ഞാൻ ഇന്ന് ഡെമോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് ജേർണലൈസ് ചെയ്യും, ഇല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ജേർണൽ എൻട്രി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യും, അത് വേണ്ടി മാത്രമാണ്. അപ്പോൾ ചിലവർക്ക് ഡൗട്ട് വരും, എന്താണ് എക്സ്പ്ലനേഷൻ തരാത്തത്, എങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, എങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. വൺസ് ദി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. കൊമേഴ്സ് അറിയാവുന്നവർക്ക് ഇല്ലെങ്കിൽ ഡിഗ്രി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയായിരിക്കും. അപ്പൊ അവർക്ക് ഓൾറെഡി അറിയായിരിക്കും, ഇല്ലെങ്കിൽ ഓക്കെ അറിയാത്തവർക്കും ജസ്റ്റ് ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു അതാണ് കാണിക്കുന്നത്. ഇന്ന് ഉദ്ദേശിച്ച പേർപ്പസ് ഓഫ് ദി ക്രക്സ് ഓഫ് ദ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ എറർ വന്ന് എങ്ങനെ കാണിക്കുന്നുണ്ട്, സോഫ്റ്റ്വെയറിൽ ഫെമിലറൈസ് ചെയ്യുക ഒരു ഡെമോ സെക്ഷനിൽ കൂടി. ഓക്കെ, ബാക്കി നമ്മൾ എല്ലാത്തിനും ഇത് നമ്മൾ കാണാൻ പഠിക്കുന്നല്ലോ. ഈ ജേർണൽ എൻട്രി എങ്ങനെ പഠിക്കുന്നത് പറഞ്ഞാൽ ഇതിന് കോൺസെപ്റ്റ്സ് ഉണ്ട്, ഇതിന്റെ റൂൾസ് ഉണ്ട് അല്ലേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതിനും കുറെ റൂൾസ് ഉണ്ട്, അതിനും കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് പഠിച്ചിട്ട് നമ്മൾ ഹാൻഡ് റിട്ടണിന് പകരം നമ്മൾ സോഫ്റ്റ്വെയറിൽ സോൾവ് ചെയ്യുന്നു, അതേ ഉള്ളൂ വ്യത്യാസം. കോൺസെപ്റ്റ് സെയിം ആണ്, ഇവിടെ കോൺസെപ്റ്റ് മാറുന്നില്ല. ജസ്റ്റ് നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലി ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട്, അത് മാത്രമേ നമ്മളിവിടെ പഠിക്കും. ഡിഫറൻസിയേഷൻ വരുന്ന അതേ ഉള്ളൂ. ബാക്കിയുള്ള റൂൾസും ബാക്കിയുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സും മെത്തേഡ്സും ഒക്കെ സെയിം തന്നെ കേട്ടോ. ഓക്കെ, താങ്ക് യു.